നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനില്ല ഒന്നിനും, നല്ലതിനുമില്ല ചീത്തയ്ക്കുമില്ല. അപ്പനെ സഹായിക്കാൻ അച്ഛന് പറ്റില്ലെന്നാണോ പറയുന്നത്? പറ്റില്ല. അതിന്റെ കാരണവും നീ തന്നെ, നിന്റെ ഈ പ്രവൃത്തികൾ. നോക്ക്, വേറൊന്നും പറയാനില്ലല്ലോ. ഹലോ, ഞാനാ മോളെ. എന്താ ഏട്ടാ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആര് തമ്മില്? അല്ല, സിദ്ധുവായിട്ട്. അതെന്താ അങ്ങനെ ചോദിച്ചത്? അവൻ എന്നെ കാണാൻ വന്നിരുന്നു, അളിയനും കൂടി. ആര്? സിദ്ധുവോ? അതെ. എന്തിന് വന്നത്? അത് പറഞ്ഞോ? അതാ വിഷ്ണുവിനെ കുറിച്ച് അന്വേഷിക്കാനാ. എന്നിട്ട്? എനിക്കവനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നു. അപ്പൊ അന്വേഷണം തുടങ്ങിയോ? ഒരു ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കണമെങ്കിൽ അവർ തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, ഞങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ല. അത് ചിലപ്പോ ചേട്ടച്ചന് വേണ്ടി അന്വേഷിച്ചതായിരിക്കും. ചേട്ടച്ചനും വിഷ്ണുവും തമ്മിൽ എന്തോ ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ട്, പാർട്ണർഷിപ്പില്. അതുകൊണ്ടാവും അന്വേഷിച്ചത്. അതല്ല കാരണമെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. അത് പോട്ടെ. ഭാര്യയും ഭർത്താവും ആവുമ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് പരിഹരിക്കാൻ പറ്റിയ ജീവിതത്തിൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം, ഇല്ലെങ്കിൽ തകരും. ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് നശിപ്പിക്കരുത്. ഒരിക്കലുമില്ല. നശിപ്പിക്കാനായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നല്ലോ. ആരാ വിഷ്ണു? അവനും നീയും തമ്മിൽ എന്താ ബന്ധം? അത് പിന്നെ വിഷ്ണു എൻ്റെ ഫ്രണ്ടാ. അതൊന്നുമേ ഫ്രണ്ടൊന്നുമല്ല. ശരി, എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. അവരെന്തായാലും വിഷ്ണുവിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അവരത് കണ്ടുപിടിക്കും. ബാക്കി ഉത്തരങ്ങളൊക്കെ നീ അവരോട് പറഞ്ഞാൽ മതി. ശരി. എത്തിയോ? കാശും കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു? ഓ, റിസർവ് ബാങ്കിൽ പോയതായിരിക്കും അല്ലേ? നല്ല ഫ്രഷ് നോട്ട് കൊണ്ടുവരാൻ അല്ലേ? പാവം, തട്ടിപ്പൊക്കെ നടത്തി ജീവിച്ചു പൊക്കോട്ടെന്നെ. തട്ടിപ്പോ? ആര്? ഞാനോ? ഒന്ന് നിർത്താമോ? അകത്തൊരാൾ അനങ്ങാൻ വയ്യാതെ കിടക്കുന്നു. വെറുതെ ഓരോന്ന് പറഞ്ഞ് അവന്റെ മനസമാധാനം കളയരുത്. കേട്ടല്ലോ, ഇതാണ് അമ്മ. സ്വന്തം മക്കള് വീഴുമ്പോഴേ ഏതൊരമ്മയുടെയും മനസ്സൊന്ന് പെടയും. ഈ വീട്ടിലെല്ലാവരും പരസ്പരം ബന്ധമുള്ളവരാണെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. ഒരു പ്രശ്നം വന്ന, ഇതുപോലൊരു അപകടം വന്നാൽ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും, ഒറ്റ മനസ്സായിരിക്കും. അതിന് ഞാനെന്ത് വേണം? നീ ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓ, നീ അകത്തുണ്ടായിരുന്നോ? സിദ്ധുവാ കാശടച്ചത്. അത് ഞാൻ വരാൻ വൈകിയുണ്ടല്ലേ. അല്ലെങ്കിലും കിട്ടുന്ന അവസരം മുതലാക്കാൻ ഏവന് നല്ല മിടുക്ക. അങ്ങനെ ആരെയും കൊച്ചാക്കണ്ട ശരത്തേട്ടാ.